Hi everyone, welcome back to my channel. Today I am going to show you how to become mentally strong. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ബിക്കം മെൻ്റലി സ്ട്രോങ് എന്നതാണ്. ഇഫ് യു വാണ്ട് ടു ബി മെൻ്റലി സ്ട്രോങ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള 7 സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ യുവർ തോട്ട്സ് ആണ്. നമ്മുടെ മൈൻഡ് ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം. ബട്ട് ആ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പോസിറ്റീവ് തോട്ട്സിലേക്ക് റീപ്ലേസ് ചെയ്യുക. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് വെപ്പണാണ്. നമ്മൾ നെഗറ്റീവ് തോട്ട്സിനെ കളഞ്ഞിട്ട് പോസിറ്റീവ് തോട്ട്സിലേക്ക് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നല്ല സൗണ്ട് ഉണ്ടാവും. പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ നല്ല മഴയുടെ സൗണ്ട് ഉണ്ടാവും. മഴയുണ്ട് ഇവിടെ. ഇപ്പോൾ രണ്ടാമത്തേന്ന് പറയുമ്പോൾ സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് നോ പറയാൻ തോന്നുന്ന സ്ഥലത്ത് നോ പറയാം. ഓക്കെ, നമ്മൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ നമുക്കുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ പീസ്. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് പ്രാക്ടീസ് ഡിസിപ്ലിൻ ആണ്. ബിൽഡ് സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ലൈക്ക് വേക്കപ്പ് ഓൺ ടൈം, അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത് ഉണരാൻ ശ്രമിക്കുക. നമ്മൾ ചിലരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 10 മണി, ഒരു 11 മണിക്കൊക്കെ എണീക്കുന്നവരായിരിക്കും. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാത്രി കിടക്കാൻ താമസിച്ചിട്ട് രാവിലെ മോർണിംഗ് എണീക്കുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും. അതിനൊരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക, നീട്ടി വയ്ക്കാതിരിക്കുക. ഓക്കെ എന്ന് പറയുമ്പം പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്നും പറഞ്ഞ് നമ്മൾ നീട്ടി വയ്ക്കാതിരിക്കുക, അപ്പം തന്നെ അതങ്ങ് ചെയ്ത് തീർക്കുക. സ്റ്റേ കൺസിസ്റ്റൻറ്റ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ തോട്ട്നെസ്സിനെ സ്ട്രെങ്തൻ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ ആണ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ ചോദിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് ഒരു ഒപ്പീനിയൻ എടുക്കുക, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് ഫേസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എന്ന് പറയുമ്പോൾ നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാതിരിക്കുക. ഓക്കെ, ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലെസൺ ആയിട്ട് കണക്കാക്കുക. മെൻ്റലി സ്ട്രോങ് ആയ ഒരു പേഴ്സൺ നമുക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങളെ അതൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കും. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ടേക്ക് കെയർ യുവർ ഫിസിക്കൽ ഹെൽത്ത്. എന്ന് പറയുമ്പോൾ ഗുഡ് സ്ലീപ്പ്, റെഗുലർ വർക്കൗട്ട് ആൻഡ് ക്ലീൻ ഡയറ്റ് ആൻഡ് കീപ് യുവർ മൈൻഡ് ഷാർപ്പ്. നമ്മൾ ചിലർക്ക് ഉറങ്ങുന്നത് വളരെ വൈകിയൊക്കെ ആയിരിക്കും. എന്ന് പറയുമ്പം ഇന്ന് 9 മണിക്കാണെങ്കിൽ നാളെ 10 മണി, ചിലപ്പോൾ 1 മണിക്കായിരിക്കും. അങ്ങനെയൊക്കെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ മാറ്റിയിട്ട് ഒരു ഗുഡ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോർണിംഗ് എഴുന്നേൽക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞില്ല, ഒരു ടൈം വെക്കുക. അതേപോലെ തന്നെ ഉറങ്ങുന്നതിനും ഒരു ടൈം വെക്കുക. ഓക്കെ, ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ഓടാൻ പറ്റുമെങ്കിൽ ഓടുക. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 7th വൺ എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ്ഫുൾനെസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി കിടക്കുന്നിടം വരെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെടുക. ആ ഒരു ഡേ നമുക്ക് ഇപ്പം വിഷമങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് വയ്ക്കുക. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടാണ്ട് ഇപ്പം നമ്മൾ പ്രസൻറ്റിൽ എങ്ങനെയാണോ അത് ചെയ്തു പോവുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെൻ്റലി സ്ട്രോങ് ആക്കുന്ന 7 സിമ്പിളായിട്ടുള്ള ഹാബിറ്റ്സ്. അപ്പം നിങ്ങളിത് ഡെയിലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ മെൻ്റലി സ്ട്രോങ് ആകാൻ വേണ്ടി സഹായിക്കാൻ വേറൊരാളും വരില്ല. അപ്പം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മെൻ്റലി സ്ട്രോങ് ആവുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മെൻ്റലി സ്ട്രോങ് ആവാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.